പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട തുടക്കത്തിലെ ദിവസങ്ങളിലൂടെയാണല്ലോ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇന്ന് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനമാണ്. അൽഹംദുലില്ലാ, ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒരുപാട് നന്മകളൊക്കെ അൽഹംദുലില്ലാ ചെയ്തു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്നു. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. പലരൊക്കെ ചോദിച്ചു, ഉസ്താദെ, മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഓതേണ്ട ഏതെങ്കിലും ഒരു സൂറത്തുണ്ടോ? സൂറത്തുകൾ ഇപ്പോൾ 114 സൂറത്തുണ്ട്. എല്ലാ സൂറത്തും നമുക്ക് ഓതാൻ പറ്റിക്കോളണമെന്നില്ലല്ലോ. ഖുർആൻ മൊത്തം നമുക്ക് ഖത്തം തീർക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതലായി നമുക്ക് ഓതാൻ പറ്റിയ, ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് പറഞ്ഞു തരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറയുന്നതോടൊപ്പം തന്നെ ഈ ഒരു മാസം ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും ഓതിയിരിക്കേണ്ട, ഈ മാസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ നമുക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്ത്, ചെറിയൊരു സൂറത്താണ്. ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത് 20-ലധികം പ്രതിഫലങ്ങളാണ്. ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 20-ലധികം പ്രതിഫലങ്ങളാണ്. ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വലിയൊരു മണിമാളിക അള്ളാഹു നമുക്ക് വേണ്ടി പറയും. അതിനേക്കാൾ ഉപരിയായി നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മയ്യത്ത് ഇവിടെ പള്ളിയിലും കൊണ്ടുവന്ന് വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കുമല്ലോ. ആരുണ്ടാവും? നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂട്ടുകാരൊക്കെ കുറച്ച് പേരുണ്ടാവുള്ളൂ അല്ലേ? നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവും. അമ്മമാരെ, നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലക്കുകൾ വന്ന് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കും. ലക്ഷക്കണക്കിന് മലക്കുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഉതകുന്ന തരത്തിൽ വലിയ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്ന ചെറിയൊരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിനെ ഇഷ്ടപ്പെടാനുള്ള തൗഫീഖ് തരട്ടെ. ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ഏതാണ് ആ സൂറത്ത്? വ്യക്തമായി ആ സൂറത്തും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് കേൾക്കാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ, ബഹുമാന, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന, നമ്മുടെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് പരിശ്രമിക്കുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവർ, നമ്മളോട് ഇഷ്ടം വെക്കുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല ഇഹപര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. നമ്മുടെ ഈ മുഹറം മാസം അൽഹംദുലില്ലാ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസങ്ങളിലൂടെയൊക്കെയാണല്ലോ നാം ഓരോരുത്തരും പോകുന്നത്. അപ്പോൾ ഈ മാസത്തിൻ്റെയൊക്കെ ബറക്കത്ത് അല്ലാഹു തആല നമുക്കൊക്കെ ജീവിതത്തിൽ നൽകുകയും എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നുള്ള കാവൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച പകലാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങൾ. ഇപ്പോൾ മുഹറം തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂറത്തുകൾ ഒരുപാട് ഓതുന്നവരാണ്. ആ സൂറത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്താണ് നമ്മൾ ഈ മാസം ഏറ്റവും കൂടുതലായി ഓതേണ്ടത്. അത് വേറെ ഒന്നുമല്ല, ഈ മുഹറം മാസത്തിൽ വിശുദ്ധമായ ഖുർആനിലെ 112-ാമത്തെ സൂറത്ത്, 4 ആയത്തുകൾ മാത്രമുള്ള, മക്കയിൽ അവതരിച്ചു എന്ന് നമുക്ക് അറിവ് കിട്ടി. അതോടൊപ്പം തന്നെ മദീനയിലും ഈ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച, അതുപോലെ തന്നെ ഖുർആനിലെ ഈ 4 ആയത്തുള്ള ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തും അവസാനിക്കുന്നത് ദാൽ എന്ന അക്ഷരം കൊണ്ടാണ്. ദാൽ എന്ന അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത്, ഇതിന് ഒരുപാട് പേരുണ്ട്. സൂറത്തുൽ ജമാൽ, ഭംഗിയുള്ള സൂറത്ത് എന്നർത്ഥമുണ്ട്. സൂറത്തുൽ അസാസ്, അടിത്തറ എന്ന അർത്ഥമുള്ള സൂറത്താണ്. സൂറത്തുൽ മഅരിഫത്ത്, വിജ്ഞാനം എന്ന് അർത്ഥമുള്ള സൂറത്താണ്. സൂറത്തു തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്ന് അർത്ഥമുള്ള സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസ്, നിഷ്കളങ്കത അല്ലേ? നിഷ്കളങ്കത വേണം, ഇഖ്ലാസ് വേണം, തഖ്വ വേണം, സൂക്ഷ്മത വേണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നമുക്കൊന്ന് ഓതിയാലോ? എല്ലാവർക്കും ഒന്ന് ഓതി. ഒരുപാട് നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു മാസം നമുക്ക് കിട്ടാനുണ്ട്. എല്ലാ മാസത്തിലും എല്ലാ സൂറത്തും നമ്മൾ ഓതുന്നവരാണ്. പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിൽ ഏത് സൂറത്താണ് ഏറ്റവും കൂടുതൽ ഓതുക എന്ന് ചോദിച്ചവർക്ക് അതിന് മറുപടിയായി പറയാനുള്ളത് ഈ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. 20-ലധികം പേരാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിന് മഹത്തുക്കൾ കൊടുത്തിട്ടുള്ളത്. അള്ളാഹിനെ പറ്റി മാത്രം പറയുന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം, അതാണല്ലോ മുഅ്മിനീങ്ങളായ നമുക്കൊക്കെ വേണ്ടത്. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം. അപ്പോൾ അള്ളാഹുവിനെ പറ്റി, ഏകദൈവ വിശ്വാസത്തെ പറ്റി മാത്രം പറയുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്.
ഈ സൂറത്തിന് എത്ര നേട്ടമാണെന്നറിയോ? എത്ര നേട്ടങ്ങളാണ്, എത്ര പ്രത്യേകതകളാണ്. നമുക്ക് നോദിയാം, എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന 20-ലധികം നേട്ടങ്ങളും മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇവിടെ മഹത്തുക്കൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു ദിവസം, ഇന്നത്തെ ദിവസം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റും. ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഓതിയാൽ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, ബനല്ലാഹു ലഹു ഖസ്റും ഫിൽ ജന്ന. പല രൂപത്തിലുള്ള ഹദീസുണ്ട്. അല്ലാഹു തആല അവനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്നാണ്, സ്വർഗ്ഗത്തിലൊരു വീട് പണിതു കൊടുക്കുമെന്നാണ്. അതായത് സ്വർഗ്ഗത്തിലേക്ക് അവൻ കടക്കും. സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് ഒരു 10 പ്രാവശ്യം ഓതുവോ? 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ എത്ര പേര് ഓതിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പൗസാക്കി വെക്കാം. ഒന്ന് നടുക്ക് നിൽക്കിയാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. എന്നിട്ട് ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നിങ്ങൾ ക്ലാസ് കേൾക്കുകയും താഴെ കമൻറ്റ് എഴുതുകയും ചെയ്താൽ വലിയ റാഹത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ കമൻറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു നോക്കുന്ന ആളുകൾ, ഓ എത്രയോ ആൾക്കാരാണ് സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഓതിയത്, അതുകൊണ്ട് എനിക്ക് ഓതണം. അപ്പോൾ നമ്മളൊരു ഓതിയിട്ട് കമൻറ്റ് എഴുതുമ്പോൾ, ഉസ്താദെ ഞാൻ 10 പ്രാവശ്യം ഓതിയെന്നിങ്ങനെ കമൻറ്റ് എഴുതുമ്പോൾ മറ്റുള്ളവരിത് വായിക്കുമ്പോൾ അവർക്കും ഓതാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന് കമൻറ്റ് എഴുതാൻ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. എങ്ങനെയാണ് കമൻറ്റ് എഴുതേണ്ട? ഒരു കുഴപ്പമില്ല, നിങ്ങൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ അത് ഈ ക്ലാസ് ഒന്നുകിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം തന്നെ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ നിങ്ങൾ ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓതണേ. ഓതിയിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആരക്കണം. ഇൻഷാ അല്ലാഹ് ഞാനും ഓതിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ 10 പ്രാവശ്യം, ഇത് ഇന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും 10 പ്രാവശ്യം വീതം ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നമുക്ക് എന്തൊരു സിമ്പിളാണെന്നറിയോ? നമ്മളിപ്പോൾ എത്രയോ സുന്നത്ത് നിസ്കരിക്കാറുണ്ടല്ലേ? ആ സുന്നത്ത് നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും, ഇപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ആ 2 റക്അത്തിൽ, 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിലല്ലേ നമ്മൾ സൂറത്ത് ഓതുന്നത്. ആ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഓദിക്കോ. സുന്നത്ത നിസ്കാരം മാത്രമല്ല, ഫർള് നിസ്കാരത്തിലും ഓദിക്കോ. ഒരു സ്വഹാബിയെ പറ്റി പരാതി വന്നു. ഏതാ? അദ്ദേഹം മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്ന ആ മഹത്തായ പള്ളിയിലെ ഇമാമാണ് ആ സ്വഹാബി. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു പരാതി വന്നത്, ഇദ്ദേഹം ഈ ഏത് നിസ്കാരത്തിലും, പ്രത്യേകിച്ച് ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലൊക്കെ ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ സൂറത്തൊക്കെ ഓതാറുണ്ടല്ലോ, ആ സൂറത്ത് ഓതുമ്പോൾ ആദ്യം ഇദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടാണ് പിന്നെ വേറെ സൂറത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ നിസ്കാരത്തിൽ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലൊക്കെ ഇദ്ദേഹം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആദ്യം എന്തോതും? സൂറത്തുൽ ഇഖ്ലാസ് ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതും, എന്നിട്ടേ മറ്റു സൂറത്ത് ഓതുള്ളൂ എന്ന്. അപ്പോൾ എന്താണ് നബിയെ ഇങ്ങനെ, ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകുന്നു, അങ്ങനെയൊക്കെ ഒരു പരാതി വന്നു നബിയോട് മറ്റു സ്വഹാബിമാർ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ആ സ്വഹാബിയെ വിളിപ്പിച്ച് എന്താ സംഭവം? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ എനിക്ക് ഈ സൂറത്തുൽ ഇഖ്ലാസ് അതിനെ ഒഴിവാക്കിയിട്ടൊരു പണിയില്ല. ഞാൻ എപ്പോഴും നിസ്കാരത്തിന് മാത്രമല്ല അല്ലാത്തപ്പോഴും ഈ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഞാനിങ്ങനെ ഓതും നബിയെ. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ആയിക്കോട്ടെ, നീ ആ സൂറത്തുൽ ഇഖ്ലാസിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു അല്ലേ, അപ്പോൾ ആ സൂറത്തുൽ ഇഖ്ലാസ് നിന്നെയും ഇഷ്ടപ്പെടും, നിങ്ങളെ രണ്ടുപേരെയും അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ സ്വർഗത്തിലാണ്. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കുക. നമ്മൾ ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കുക. അപ്പോൾ അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ കിട്ടുന്ന രണ്ടാമത്തെ ഒരു നേട്ടം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ അവനക്ക് വിശുദ്ധമായ ഖുർആനിലെ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. അങ്ങനെയാണെങ്കിൽ 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 30 ജുസ് ഖുർആൻ മുഴുവനും ഖത്തം ഓതിയ പ്രതിഫലം, ഖത്തം ഓതിയത് പോലത്തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കും. എത്ര നേട്ടമാണ്, എത്ര നേട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് മുടക്കണ്ട കേട്ടോ. പിന്നെയോ വീണ്ടും പറയുന്നു, 3 കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കപ്പെടും. 3 കാര്യങ്ങൾ ചെയ്താൽ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിലെ 8 കവാടങ്ങളും അവനിക്ക് വേണ്ടി തുറക്കപ്പെടും. ഏത് വാതിലിൽ കൂടിയും സ്വർഗത്തിൽ അവനിക്ക് കിടക്കാം. ഒന്നാമത്തേത്, നമ്മളെ ഉപദ്രവിച്ച ഒരുപാട് ആളുകളുണ്ടാവും. മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് വാക്കാലും പ്രവൃത്തിയാലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആളുകളുണ്ടാകും.
അവർക്കൊക്കെ ക്ഷമിച്ചു കൊടുക്കുക. പോട്ടങ്ങോട്ട് അവർ പടച്ചവനും തമ്മിൽ തീർത്തോളും. അവർക്ക് അങ്ങോട്ട് ക്ഷമിച്ചു കൊടുത്തേക്കുക. അതെന്താണ്? സ്വർഗത്തിൻ്റെ 8 വാതിലും തുറന്നു വെച്ചിട്ട് അല്ല ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് കടമുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളാണ്. അയാൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുക? അയാളുടെ കടമൊക്കെ അങ്ങോട്ട് വീട്ടിൽ കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അയാൾക്ക് കടം വീട്ടാനുള്ള ഒരു മാർഗം, നമ്മൾ കുറച്ച് പൈസ കൊടുക്കുക. അതെന്താണ്? സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാനും സ്വർഗത്തിൽ ഏത് വാതിലിൽ കൂടി നമുക്ക് കടക്കാനുമുള്ള അവസരം അള്ളാഹു തരും. മൂന്നാമത്തേത്, എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷം 10 വീതം സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ 5 വഖത്ത് ഫർദ് നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം വീതം ഓതിയാൽ 50 സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം ഓതിയാൽ അവനിക്ക് സ്വർഗത്തിലെ 8 കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും ഈ ഒരു സ്വർഗത്തിലെ 8 കവാടങ്ങളും 8 വാതിലുകളും തുറക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. നാലാമത്തെ പ്രത്യേകത, ഒരാൾ ഉറങ്ങുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നിട്ട് ഒരു മനുഷ്യൻ അവൻ ഒരു വട്ടം ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആഖിറത്തിൽ വലതുഭാഗത്തിലൂടെ അവനിക്ക് അല്ലാഹു തആല കിതാബ് കൊടുക്കുകയും അവനെ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഇനി സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 1,00,000 പ്രാവശ്യം അവൻ ഓതിയാൽ, അവൻ്റെ ജീവിതത്തിൽ അവൻ 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടും. അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നുള്ള രക്ഷ കിട്ടും. പിന്നെയോ രണ്ടാമത്തേത്, ദുന്യാവിലെയും ആഖിറത്തിലെയും എല്ലാ പ്രതിസന്ധികൾ, എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു താല പരിഹാരം കൊടുക്കും. മൂന്നാമത്തേത്, സ്വർഗത്തിലെ എല്ലാ വാതിലുകളും അവൻ്റെ മേൽ തുറക്കപ്പെട്ടിട്ട് അവിടെ നിന്നും മലക്കുകൾ ഇങ്ങനെ വിളിക്കും, ഇതിലേ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു കൂടി സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് മലക്കുകൾ അവനിക്ക് സന്തോഷ വാർത്ത പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് ഓതാൻ പറ്റണം. എത്രയോ ഉമ്മമാർ ഓതുന്നുണ്ട്, എത്രയോ ആളുകൾ ഓതിയിട്ടുണ്ട് അല്ലേ? ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അൽഹംദുലില്ലാ, ഞാൻ ഓതിയത് എടുത്തു പറയല്ല കേട്ടോ, അതായത് ഞാൻ വലിയ ഓത്തുകാരനാന്ന് പറയല്ല, അൽഹംദുലില്ലാ എനിക്ക് ഓതാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓതാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയോ ഉമ്മമാരുണ്ട്, നിങ്ങൾക്കൊക്കെ ഓതാൻ സാധിക്കും. എത്രയോ ഉപ്പമാർ, എത്രയോ ആളുകൾ, എത്രയോ മുഅ്മിനീങ്ങൾ 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടാകും. അത് ഓതിയ ഒരുപാട് നേട്ടം ഉണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഒരുപാട് നേട്ടങ്ങൾ നമുക്കതിന് കിട്ടും, ഉറപ്പാണ്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനത് മേന്മ പറയാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല. അങ്ങനെ ഓതിയാൽ ഒരുപാട് നേട്ടമുണ്ട്, അനുഭവം സാക്ഷിയാണ്. അല്ലാഹു തആല, കാരണം നമുക്ക് എത്രയോ ബുദ്ധിമുട്ട്, കുടുംബത്തിൽ പ്രശ്നമുള്ളവരുണ്ട് അല്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതൊക്കെ മാറി എല്ലാവിധ സലാമത്തുണ്ടാവാൻ മനസ്സിൽ നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ ഓതുക. ഇൻഷാ അല്ലാഹ് വലിയ ഖൈർ ജീവിതത്തിൽ ഉണ്ടാകും. ആറാമത്തേത്, 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി ഓതുന്നവർക്ക്. പിന്നെ ഏഴാമത്തേത്, ഇതിനോട് ഇഷ്ടം വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ആ ഇഷ്ടം അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എട്ടാമത്തെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്കുണ്ടാകും. അതുപോലെ അള്ളാഹിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ പരിഗണന, പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ ഇത് അള്ളാഹിൻ്റെ മാസമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ നേട്ടം നമുക്കുണ്ടാകും. ഒമ്പതാമത്തേത്, ഒരാൾ ദുആ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അയാളുടെ ജോലി, അയാളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, കടങ്ങളൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. ആ സമയത്ത് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 3 വട്ടം ഓതി എന്നിട്ട് അയാൾ ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആ വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ്. പിന്നെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് പതിവാക്കിയാൽ ദാരിദ്ര്യം, അതായത് ഇല്ലാത്തൊരവസ്ഥ, ഒന്നുമില്ലാത്ത തികയാത്തൊരവസ്ഥ അല്ലാഹു തആല കൊടുക്കൂല. അതുപോലെ തന്നെ 11ാമത്തെ പ്രതിഫലം, അത് വല്ലാത്തൊരു പ്രതിഫലമാണ്. അതായത് ഈ സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജനാസ നിസ്കരിക്കാൻ മലക്കുകൾ വരുമെന്നാണ്. ജനാസ നിസ്കരിക്കാൻ മലക്കുകൾ സാക്ഷിയാകുമെന്നാണ്. അല്ലാഹുവേ, അത്ര വലിയൊരു പ്രതിഫലമാണ്, എത്ര വലിയ പ്രതിഫലമാണ്. നമ്മൾ നിസ്കരിക്കാൻ നമ്മുടെ ബന്ധുമിത്രാദികളെക്കാൾ കൂടുതൽ മലക്കുകൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകൾ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നാണ്. ഒരു മലക്ക് നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. 12ാമത്തേത്, സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി ഓതുക. എത്രയെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന എണ്ണം നമ്മൾ ഓദിക്കോ. അപ്പോൾ എന്താണ് കിട്ടുക? ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും. 13ാമത്തേത്, സ്വർഗത്തിൽ ഒരുപാട് കൊട്ടാരങ്ങൾ കിട്ടും. 14ാമത്തേത്, നന്മകൾ ഒരുപാട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടാകും. അതുപോലെ 15ാമത്തേത്, ഇത് ഓതുന്നവർക്ക് മാത്രമല്ല, ഇത് ഓതുന്ന ആളുകളുടെ അയൽവാസികൾക്ക് പോലും ഗുണം കിട്ടുമെന്നാണ്. 16ാമത്തേത്, ആശൂറാ ദിനം അല്ലേ, ഇനി വരുന്ന ആശൂറാ ദിനത്തിൽ ഒരു മനുഷ്യൻ 1000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു തആല
അർശിൻ്റെ താഴ്ഭാഗത്ത് എഴുതി വെക്കുമെന്ന് ഇവൻ എൻ്റെ ഇഷ്ടദാസനാണ്, ഇവനിക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹു തആല സാക്ഷി നിൽക്കും. 17-ാമത്തേത് സുറാത്ത് പാലത്തിലൂടെ വേഗത്തിൽ നമുക്ക് കടന്നു പോകാൻ പറ്റും. 18-ാമത്തേത് ഒരു മനുഷ്യൻ രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പറ്റുന്ന എണ്ണം 3, 7, 8 അതുപോലെ 10 ഒക്കെ നമുക്ക് പറ്റുന്ന എണ്ണം ഓതിയാൽ എന്താണ് കണ്ണേർ, സിഹർ, ഷൈത്വാൻ്റെ ഷർറ്, ശത്രുവിൻ്റെ ഷർറ്, കണ്ണേർ എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. 18-ാമത്തേത് സാമ്പത്തികമായ അഭിവൃദ്ധി, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അള്ളാഹു തആല മാറ്റിത്തരും. 19-ാമത്തേത് മഹ്ശറയിൽ വിചാരണ എളുപ്പമാകും, മഹ്ശറയിൽ വിചാരണ എളുപ്പമാകും. 20-ാമത്തേത് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവിടെ നിന്ന് വീട്ടിലുള്ള ശൈത്താന്മാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നാണ്, ഓടിപ്പോകുമെന്നാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ട്. പക്ഷേ അതിങ്ങനെ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് നേട്ടങ്ങൾ ഇനിയുണ്ട്, ഒരുപാട് പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഇത് അമൽ ചെയ്യാനാണെങ്കിൽ ഇത്രയും പ്രതിഫലം കേട്ടാൽ പോരെ അല്ലേ? ഒരു 10 പ്രാവശ്യം ഓതിയാൽ കിട്ടുന്ന നേട്ടം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, ബറക്കത്തിൻ്റെ മാസങ്ങളും ദിവസങ്ങളുമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ, അതനുസരിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. നല്ലൊരു വർഷമാക്കി അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മുഹറം മാസമാണ്, ഇന്ന് നോമ്പുള്ളവരുണ്ടാകും, നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് നോമ്പ് പിടിക്കാം. നോമ്പ് പിടിക്കുമ്പോൾ നീയത്ത് വെക്കാൻ മറന്നു പോവണ്ട. പിന്നെയോ എല്ലാവരും ദുആ ചെയ്യുക, പരമാവധി ദുആകൾ അധികരിപ്പിക്കുക. പിന്നെയോ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അധികരിപ്പിക്കുക, പിണക്കങ്ങൾ മാറ്റുക. എല്ലാം ഖൈറിലാവട്ടെ, ബറക്കത്തിലാവട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.